മൊത്തത്തിൽ ജാസ്മിനെ വെള്ള പൂശാനായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ഒരാൾ നല്ല രീതിയിൽ കയറി വരികയാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ സ്ഥിരമായിട്ട് ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ചീപ്പ് ടെക്നിക്കാണ് ഈ സംഭവം. അല്ലെങ്കിൽ സെബിൻ ചെയ്തതെല്ലാം പുറമേൽ നിന്നും ഭയങ്കരമായിട്ടുള്ള തെറ്റാണ് എന്ന് ഷോക്കേസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ ഹെൽപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്ലീസ് 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 സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിനെ പറ്റിയിട്ടാണ്. കാരണം ഈ വീക്കിലെ സംഭവങ്ങളെ പറ്റി നമ്മൾ ഓൾറെഡി ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീക്കെൻഡ് എപ്പിസോഡ് വാസ് ലൈക്ക് മൊത്തത്തിൽ ജാസ്മിനെ വെള്ള പൂശാനായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ആൻഡ് ഇതിനെപ്പറ്റി പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റിയാലിറ്റി ഷോ ആണ്. ഈ റിയാലിറ്റി ഷോ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. സിബിന് നെഗറ്റീവ് ഉണ്ടാവാം, പോസിറ്റീവ് ഉണ്ടാവാം. സിബിൻ ചെയ്തത് ശരിയാവാം, തെറ്റാവാം. ഇതൊക്കെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും സിബിന് ഫാൻ ഫോളോവിങ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ആയിരുന്നു ഇവരുടെ ഹൈലൈറ്റ് ചെയ്യപ്പെടാനായിട്ട് ബിഗ് ബോസും ഏഷ്യാനെറ്റും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു എലമെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ജാസ്മിൻ്റെ ക്യാരക്ടർ നല്ല ഡൗൺ ആയിട്ടിരിക്കുകയും അടുത്ത വരുന്ന എവിക്ഷനിലേക്ക് ജാസ്മിനെയും ഗബ്രിയും റസ്മിനെയും ഇടാനായിട്ട് സെബിൻ നോക്കുകയും കൂടെ ആണെന്നുണ്ടെങ്കിൽ ആ പ്ലാനിനെ പൊളിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? സെബിനെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെബിൻ ചെയ്തതെല്ലാം പുറമേൽ നിന്നും ഭയങ്കരമായിട്ടുള്ള തെറ്റാണ് എന്ന് ഷോക്കേസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെബിൻ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? ആകെ കൺട്രോൾ തെറ്റും, കയ്യിൽ നിന്ന് പോവും, ആകെ പ്രശ്നമാവും. അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്ലാൻ ചെയ്തിരുന്നത് ഈ എവിക്ഷനിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിരുന്നവരെ ആരെയും കൊണ്ടുവരാതിരിക്കാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് തന്നെ സെബിൻ്റെ ഇമോഷൻസിനെ വെച്ച് ബിഗ് ബോസും ലാലേട്ടനും ഒരുപാട് നല്ല രീതിയിൽ കളിക്കുകയാണ് എന്ന് തന്നെ പറയണം. ഇതാണ് എനിക്ക് ഈ റിയാലിറ്റി ഷോയിൽ നിന്ന് മനസ്സിലായത്. കാരണം ഇത് ഇത്രയും കാലം കണ്ടുവരുന്നതിൽ വെച്ച് ഒരാൾ നല്ല രീതിയിൽ കയറി വരികയാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ സ്ഥിരമായിട്ട് ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ചീപ്പ് ടെക്നിക്കാണ് ഈ സംഭവം. അല്ലാതെ സത്യത്തിൽ മോഹൻലാലിനും അറിയാം, ലാലേട്ടനും അറിയാം, ബിഗ് ബോസിനും അറിയാം, അവിടെ ഉണ്ടായിരുന്ന ജാസ്മിൻ അടക്കം അറിയാം, ആ സിബിൻ ചെയ്തതിനേക്കാളും എത്രയോ മോശമായ വാക്കുകളും പ്രവർത്തികളുമാണ് ജാസ്മിൻ, ഗബ്രി, റസ്മിൻ, അങ്ങനെ ഒരുപാട് പേര്, ജിൻഡോ, അവരൊക്കെ അവിടെ ചെയ്തിട്ടുള്ളത്. എന്തിനാണ്? ഋഷിയുടെ വായിൽ നിന്നും വന്നിട്ടുള്ള വാക്കുകളൊക്കെ ഇതിനേക്കാളും വലുതായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ലാലേട്ടന് ഉത്തരം മുട്ടിച്ച് നിർത്തിയത് ഋഷി തന്നെയാണ്. ഋഷി, നിങ്ങൾ നല്ല പ്ലെയറാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്. കാരണം കൂടെ ഉണ്ടായിരുന്ന ഒരുത്തവനെ എല്ലാവരും കൂടെ വട്ടുവിട്ട് അടിച്ച സമയത്ത് നീ മാത്രമേ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചുള്ളൂ, എന്താ ലാലേട്ടാ ഇവിടെ ബാക്കി എല്ലാവരും വിളിച്ചിട്ടുണ്ടല്ലോ, ഇവന് മാത്രം ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുന്നത് എന്ന് ചോദിച്ചത്. അതിന് ലാലേട്ടന് പ്രോപ്പറായിട്ട് ഉത്തരം പറയാൻ പോലും പറ്റിയില്ല. മോനെ, ഞാൻ നിനക്ക് 1000 പോയിൻറ്റ്സ് തന്നില്ലടാ, നിൻ്റെ പവർ ടീം നല്ലതല്ലായിരുന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതിനെ നൈസായിട്ട് ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നല്ലാതെ ബേസിക്കലി പുള്ളിക്ക് അതിന് ഉത്തരമില്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പിന്നെ പുള്ളി പറഞ്ഞൊരു പോയിന്റ്, അതാണ് അതിനകത്ത് ഏറ്റവും കോമഡി. അതായത് സിബിൻ പവർ ടീമിൽ നിൽക്കുന്നത് കൊണ്ടല്ലേ ജോൺമണി, ഈ പറയുന്ന പോലെ ഗബ്രി, ജാസ്മിൻ, ഇവരൊക്കെ പവർ ടീമിൽ നിൽക്കുന്ന സമയത്ത് ഇവർ സംസ്കൃതത്തിൽ മാത്രമാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ പൊന്നില്ല ലാലേട്ടാ. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഈ അടുത്ത് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞൊരു ഡയലോഗാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് ലാലേട്ടൻ എന്ന് പറയുന്ന നടന വിസ്മയം എന്ന് പറയുന്ന പരിപാടി നിർത്തി. ഇപ്പോൾ പുള്ളിയുടെ നടന വിസ്മയം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ബിഗ് ബോസിലാണെന്നുള്ളതാണ്. ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ലാലേട്ടൻ. ഇനി അതും പറഞ്ഞുകൊണ്ട് എന്നെ താഴെ ട്രോളാൻ വരണ്ട. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതിനൊക്കെ ഇടയിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ ടൈറ്റിലിൽ ജാസ്മിൻ എന്നൊരു മാലാക എന്ന് കാണിച്ചതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് PR ടീമുകൾ, PR എന്ന് തന്നെ പറയണം, കാരണം പുറത്തുനിന്ന് ഒരു ഗ്യാങ് ആയിട്ട് ജാസ്മിനെ വെള്ളപൂശാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിയ സലിം, ഒന്നാമത് എനിക്ക് അവന് ഇഷ്ടമല്ല. ഹൂ ദ ഫിഷേഴ്സ് എന്ന് പറഞ്ഞ് ഞാനൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവൻ ഓരോ സാധനങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ പുള്ളിക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്, ജാസ്മിൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ്ങും ബാക്കി കാര്യങ്ങളും ഒക്കെ ആവും. ഒന്നാമത് അവൻ്റെ പോഡ്കാസ്റ്റിലൂടെ ചെയ്യുന്നത് മുഴുവനും അതാണ്. അവൻ ചിലപ്പോൾ ജാസ്മിനെ കുറിച്ച് നല്ല ചിലപ്പോൾ പറയുന്നുണ്ടാവുമായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാവരെയും അവൻ നല്ല രീതിയിൽ സൈബർ ബുള്ളി ചെയ്യുന്നുണ്ട്. അവനാണ്
ഈ കാര്യം നമ്മളോട് പറയണം, ആലോചിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ജാസ്മിൻ മാത്രമൊന്നുമല്ല ബിഗ് ബോസിൽ വന്നിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായിട്ട് അത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായി പോയിട്ടുണ്ടായിരുന്ന ഒരാളാണ് ബഡായി ആര്യ എന്ന് പറയുന്നത്. ആൻഡ് പുള്ളിക്കാരിക്ക് ഉണ്ടായ നെഗറ്റീവും സൈബർ ബുള്ളിങ്ങിൻ്റെ ഒന്നും 10% പോലും ജാസ്മിനൊന്നും ഇപ്പോൾ ഫേസ് ചെയ്തിട്ട് പോലും ഇല്ല. ജാസ്മിൻ ഇപ്പോൾ സത്യത്തിൽ പുറത്ത് നടക്കുന്ന അറിയില്ല, ഇതൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ജാസ്മിൻ പുറത്തിറങ്ങിയാലും ഫേസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. കാരണം അത് വാസ് ലൈക്ക് എക്സ്ട്രീം. അന്ന് ആര്യയ്ക്കൊക്കെ ഈ പറയുന്നത് പോലെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും വലിയ ന്യായീകരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഈ ഷോ കൊണ്ട് ചിലർ വാഴും ചിലർ വീഴും എന്നുള്ളത് തന്നെയാണ് ഈ ഷോയുടെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യവും. പിന്നെ ഞാൻ ഈ പോയിന്റിൽ എടുത്തു വെക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ലാലേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം, നോറ ഗെയിം കളിച്ച സമയത്ത് പോസ് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, ലാലേട്ടനോട് അതേ ചോദ്യം തന്നെ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. പവർ ടീമിന് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന പവർ എന്താണ്? സർവാധികാരം എന്ന് പറയുന്നൊരു സാധനമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോറ ഗെയിം കളിക്കുന്ന സമയത്ത് ആ ഗെയിം നിർത്താനും ആ ഗെയിമിൽ പൗസോ പോസോ ഫാസ്റ്റോ ഫോർവേഡോ ഒക്കെ ചെയ്യാനുള്ള റൈറ്റ്സ് ബേസിക് കോമൺ സെൻസ് വെച്ച് അവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതേ അവരവിടെ ചെയ്തിട്ടുള്ളൂ. ഇതേ ചോദ്യം ആരും ലാലേട്ടനോടും ചോദിച്ചില്ല, ബിഗ് ബോസിനോടും ചോദിച്ചില്ല. നോറയെ എന്തോ വലിയ ഇതാക്കാനായിട്ട് അങ്ങോട്ട് ശ്രമിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് സിബിന് അത്യാവശ്യം നല്ല ഫോം വരുന്നുണ്ട്. അപ്പോൾ സിബിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റാവുന്ന ഏരിയയിൽ നിന്നൊക്കെ എടുത്തിട്ട് ഒന്ന് കുടഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ എനിക്കെന്തായാലും എൻ്റെയായിട്ടും ഈ വീക്കെൻഡ് എപ്പിസോഡിലെ ഫസ്റ്റ് എപ്പിസോഡ് വാസ് ലൈക്ക് എ ഷിറ്റ്. പിന്നെ ഞാൻ എന്ത് വിഷയമാണ് പറയാൻ വന്നത്? യെസ്, എന്തിനാണ് സിബിനെ ഇത്രയും ടാർഗറ്റ് ചെയ്യുന്നത്? അതിലൊരു റീസൺ ഞാൻ പറഞ്ഞു, സിബിൻ്റെ പ്ലാനുകളെ പൊളിക്കാനാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ജാസ്മിന് എഗൻസ്റ്റ് ആയിട്ട് 2-3 തവണ ലാലേട്ടൻ വന്ന് സംസാരിച്ചിട്ട് പോയി. ഈ സമയത്ത് സിബിനെക്കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആരെയൊക്കെ തെറി വിളിക്കും? ബിഗ് ബോസിനെയും തെറി വിളിക്കും, ലാലേട്ടനെയും തെറി വിളിക്കും. പാവം മനുഷ്യൻ, ആ മനുഷ്യൻ ഇത്രയും നല്ല വിസ്മയങ്ങൾ നമുക്ക് വേണ്ടി തീർത്തിട്ട് പുള്ളിക്കാരൻ ഇപ്പോൾ ഈ ഒരു ഇതിൽ വന്നിട്ട് തെറി കേൾക്കേണ്ട വരുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്കടക്കം വിഷമം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ദിസ് ഇസ് ലൈക്ക് എൻ്റയർലി ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞൊരു പോയിൻ്റാണ്. ദിസ് റിയാലിറ്റി ഷോ ഇസ് ഫുള്ളി ഓൺ കൺട്രോളിങ് പീപ്പിൾസ് ഇമോഷൻ. മനുഷ്യൻ്റെ ഇമോഷനെ വെച്ച് കളിക്കുന്ന കളിയാണ്. കാരണം അതിനകത്ത് ആക്ച്വലി നമ്മൾ വീണ് പോകുന്നതാണ്. സിബിനെ തൊട്ടാലാണ് സ്വാഭാവികമായിട്ടും ഒരു വലിയ സമൂഹത്തിന് വിഷമം തോന്നുക. ആ പോയിന്റിൽ കൃത്യമായിട്ട് ബിഗ് ബോസ് എടുത്തിട്ട് അടിച്ചതാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് റിയാലിറ്റി ഷോയുടെ കളി. യെസ്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇതെല്ലാം ഈ റിയാലിറ്റി ഷോയുടെ അവരുടേതായിട്ടുള്ള പ്ലാനിലാണ്. നമ്മളതിൽ ഒരുപാട് വീണ് പോകരുത്. അതുപോലെ തന്നെയാണ് സിബിൻ്റെ കാര്യം. എനിക്കിനി സിബിൻ എങ്ങനെ അതിനെ സർവൈവ് ചെയ്യും എന്നുള്ളിടത്താണ് സിബിൻ എന്ന് പറയുന്ന പ്ലെയർ എത്രമാത്രം BB മെറ്റീരിയലായി മാറുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുക. ഇതുപോലുള്ള സിറ്റുവേഷൻസ് അഖിൽ മാരാറിനുണ്ടായിരുന്നു. പക്ഷെ മാരാർ അതിനെ പുഷ്പം പോലെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഡോക്ടർ റോബിനായിരുന്നെങ്കിലും കിടിലനായിട്ട് അതിനെ എങ്ങനെ നെഗറ്റീവ് പറഞ്ഞാലും അത് ഓക്കെ, ശരി, എനിക്കിത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഇവർ രണ്ടുപേരിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലുള്ള ഒരു ടാലൻറ്റ് സിബിനും ഉണ്ടാവട്ടെ. എനിവേയ്സ്, പക്ഷേ ഞാൻ ഇതിൽ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെയും പറഞ്ഞു, അതായത് റിയാസ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സൈബർ ബുള്ളിങ് ആക്ച്വലി ജാസ്മിനെതിരെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ജാസ്മിൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. നമുക്ക് ഞാനിപ്പോഴും പറയുന്നത്, ഇതൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് പോലെ തന്നെ ചിലപ്പോൾ ജാസ്മിനോട് ഏറ്റവും വെറുപ്പുള്ള ഒരുപാട് പേരുണ്ടാവും. അവരവരുടെ അഭിപ്രായം പറയും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും ഈ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും വരുന്നവരും നിന്നവരും ഒക്കെ ചെയ്യുന്നത്. സോ അപ്പോൾ ബേസിക്കലി നമ്മുടെ അവിടുത്തെ ആക്ഷൻ ജഡ്ജ് ചെയ്യപ്പെടും. ഇപ്പോൾ ഒരുപാട് പേരെ എനിക്കറിയാം, എൻ്റെ സർക്കിളിലുള്ളവരും ഇല്ലവരാണെങ്കിലും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ബിഗ് ബോസിൽ പോകാത്തതെന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവരുടെ ഒരൊറ്റ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് അത്യാവശ്യം 10 പേര് കണ്ടു കഴിഞ്ഞാൽ എന്നെ നോക്കിച്ചിരിക്കുന്നുണ്ട്. അത് നാളെ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ 10 പേര് 100 പേരാവാം. ചിലപ്പോൾ ആ 10 പേര്
ഒരാളിലേക്കും ചുരുങ്ങാൻ ഈ ഷോ ഹെൽപ്പ് ചെയ്യും. സോ ആ ഒരു ഹെൽപ്പ് വേണ്ട എന്നുള്ളതാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ അത് തന്നെയാണ് എനിക്ക് എൻ്റെയായിട്ട് ഈ എപ്പിസോഡിൽ പറയാനായിട്ടുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും നോക്കാം. പക്ഷേ എപ്പോഴും ഈ ഒരു ബെസ്റ്റ് കണ്ടസ്റ്റൻറ്റിനെ അടിച്ചമർത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച്, അതായത് ഒരു ലിമിറ്റ് വരേക്കൊക്കെയാണ്. പക്ഷേ ഇന്ന് സെബിനിട്ട് കൊടുത്തതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം ലാലേട്ടനും ബിഗ് ബോസിന് പോലും പ്രോപ്പർ പോയിൻറ്റ്സ് ഔട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. കാരണം നോറയ്ക്ക് എഗൻസ്റ്റായിട്ട് എന്തിനാ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു. പവർ ടീമാണ് അവർക്ക് തോന്നിയത് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ആ പവർ എടുത്ത് കളാന്ന്. കാരണം അത് നിങ്ങളായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൊരു മണ്ടത്തരല്ലേ. എന്നിട്ട് പിന്നെ അവരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി അതുപോലെ തന്നെ എന്തിനു ഡോറ് ലോക്ക് ചെയ്തു? പവർ ടീമാണ് ലോക്ക് ചെയ്തു, പോടൊക്കെ ഞങ്ങൾ ചെയ്യുമെന്ന് പറയണമായിരുന്നു. അതിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ആങ്കറായി വന്നു നിന്ന് എനിക്ക് ആകെ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇത്രയും ലെജൻഡായിട്ടുള്ള ഒരാൾ പുള്ളിക്ക് ബിഗ് ബോസിൽ കൊടുക്കണ വർക്കുകൾ കാരണം ഈ തെറിയെല്ലാം കേൾക്കേണ്ട വരുമല്ലോ എന്നാലോചിക്കും. കാരണം ആൾക്കാർ തെറി വിളിക്കുമ്പോൾ സൂപ്പർ സ്റ്റാർ ആണെന്നോ ബാക്കി കാര്യങ്ങളൊന്നും ഒന്നും നോക്കില്ല. അവർക്ക് അവരുടെ വിഷമങ്ങൾ അങ്ങനെ ഓപ്പണായിട്ട് പറയും. സോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഉറപ്പാണ്, ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ എടുത്തു നോക്കിക്കോ, ഏഷ്യാനെറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് പേജ്, ഇതിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻസ് കൺഫേം ആയിട്ടും ലാലേട്ടൻ്റെ തന്തയ്ക്ക് വിളി ഉണ്ടാവും, ബിഗ് ബോസിൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടാവും, ആൻഡ് ജാസ്മിൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടാവും. ആൻഡ് അതൊക്കെ ഒരു നോർമൽ സംഭവമാണ്. പക്ഷെ എന്നാലും ലാലേട്ടൻ കേൾക്കേണ്ടി വരുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടെന്നുള്ളത് മാത്രമാണ്. ബാക്കിയുള്ളവർ കേൾക്കുമ്പോൾ പോട്ടെ, നമുക്കധികം അറിയാത്ത ആൾക്കാരാണല്ലോ, ലീവിട്ട് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. എനിവേസ്, എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഞാനും ഹാപ്പിയാണ്. ഞാൻ കുറച്ചും കൂടെ ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്കറിയാലോ, കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അഗെയിൻ താങ്ക് യു സോ മച്ച്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒരാൾക്കും കൂടെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹാവ് എ ഗുഡ് ഡേ. ബൈ, ടേക്ക് കെയർ.